ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു നട്ട് क्रैकर ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. आज हम बनाने जा रहे नट क्रैकर दिखाएंगे कैसे है. 250 ग्राम കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. 250 ग्राम पीनट लिया है. एक बर्तन में डालना है. बड़ा बर्तन में വലിയൊരു പാത്രത്തിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടാം. अदरक लहसुन का पेस्ट डाल रहे. एक बड़ा टेबल स्पून फुल വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കും. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. നമക്ക് ഡാൽഡത് അച്ഛസെ മിലായെങ്കിൽ എനിക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്രക് ലഹസൂൻ പേസ്റ്റ് और नमक डाल के अच्छे से मिला दिया है. अभी डाल रहे 1 കപ്പ് ബേസൻ. ഒരു കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലാത്തവർ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടാൽ മതി. कॉर्नफ्लोर नहीं है तो 2 टेबल स्पून राइस फ्लोर डालने से हो जाएगा. इसमें और डाल रहे मिर्चा पाउडर, मुलग പൊടി 1 टीस्पून, हाफ टी स्पून മഞ്ഞൾ പൊടി, हाफ टी स्पून हल्दी, 1 टीस्पून काला नमक, 1 टीस्पून കറുത്ത ഉപ്പാണ്. चाट मसाला 1 टीस्पून, കായം 1 टीस्पून, हिंग 1 टीस्पून കായപ്പൊടി 1 टीस्पून हिंग भी डाल के अच्छे से मिला दीजिए. നല്ലതായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. सब अच्छे से हाथ से रगड़ के मिक्स कर दीजिए. നല്ലതായിട്ട് തിരുമ്മി പിടിപ്പിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി കിടക്കുന്ന കടലമാവ് മുഴുവൻ കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് ഈ കപ്പലണ്ടിയിൽ പിടിപ്പിക്കണം. इसका बाकी मसाला था वो सब थोड़ा पानी डाल के इसका ऊपर में ചിപ്കാന ഹെ. തോടാ പാനി ഡാൽന ഹെ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പുട്ടിൻ്റെ പൊടിയൊക്കെ നനയ്ക്കുന്ന പോലെ ഇതിലോട്ട് പിടിപ്പിച്ചെടുക്കണം. इसमें थोड़ा पानी डाल के अच्छे से मिला दीजिएगा. നോക്കിക്കേ, ഇതേപോലെ വേറെ കിടക്കണം. इसे अलग होना चाहिए. तो मसाला पूरा इसका ऊपर में चिपकना चाहिए. तेल गरम हो गया, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. शुरू करने का टाइम फुल फ्लेम में डाल के मूंगफली डालना है. കപ്പലണ്ടി ഇടുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാൻ. ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്കിത് मीडियम ഫ്ലെയിമിനകത്തോട്ട് മാറ്റാവുന്നതാണ്. 1 मिनट का बाद ये मीडियम फ्लेम में डाल के बनाना है. मूंगफली अच्छे से पकना है. നമ്മുടെ കപ്പലണ്ടി നല്ലതായിട്ട് വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. മീഡിയം ഫ്ലെയിം में डाल के अभी बनाना है. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു നമുക്ക് എടുക്കാം. अच्छा गोल्डन ब्राउन हो गया, निकाल देंगे. बाकी था वो भी डालेंगे. രണ്ടാമതിട്ടതും നല്ലതായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞ് നോക്കിക്കേ. बना डाला है वो भी फ्राई हो गया. निकाल देखा ऐसे आवाज़ आ जाता है. ഇങ്ങനത്തെ നല്ല കരിയരിപ്പായിട്ടുള്ള നല്ല ശബ്ദം വരും. നമുക്കിതെടുക്കാം. നമ്മൾ ചൂടായിട്ട് എടുത്ത ഉടനെ തന്നെ ഗരം നിക്കാൽത്താ ഹെ ഉസി ടൈം थोड़ा से चाट मसाला डाल दीजिए. ഇപ്പം നമുക്ക് ഇത്തിരി ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, थोड़ा മിർച്ച പൗഡർ, थोड़ा ഹിംഗ്, നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഹിംഗ് डाल के अच्छे से मिला दीजिएगा. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടോടെ തന്നെ ചെയ്യണം. ഗരം डाल दीजिएगा ये मसाला. നമ്മൾ കുറച്ച് മുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. 4-5 ടു മിർച്ച काट के डाला है वो भी डाल दिया है. കരിയാപ്പലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മുളകും കരിയാപ്പലയും എടുക്കാം. കരിയാപ്പല और मिर्चा निकाल के इसका ऊपर में डालना है.
കരിവേപ്പിലയൊക്കെ നമുക്ക് നട്ട് ക്രാക്കറിൻ്റെ മേറ്റിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. अच्छे മിക്സ് कर दीजिए ऐसे. വളരെ ടേസ്റ്റി ആയിട്ടുള്ള नट क्रैकर रेडी आइटंडा. हम लोग घर में बना सकता है. सब लोग थोड़ा ट्राई करके देखिएगा. अच्छा क्रिस्पी है, नल्ला क्रिस्पी आना बढ़िया है, एकदम बढ़िया है. നല്ല ടേസ്റ്റി ആണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവധിക്കാലത്ത് പിള്ളേർക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഈവനിങ് സ്നാക്ക് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഉണ്ടാക്കി നോക്കണം. सब लोग थोड़ा ट्राई करके देखिएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वाचिंग.